അദ്ദേഹം ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഒരു രീതിയിലും ഒരു പരിചയമില്ല. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ. എനിക്ക് കമൻസിൽ ഒരുപാട് പേര് പറഞ്ഞു എന്നോട് ഇതൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന്, ഇതൊരു വീഡിയോ ചെയ്യണമെന്ന്. ആരാണ് പറയുന്നവനെയാണ് ആദ്യം ഇടിക്കാൻ. കാരണം നിങ്ങൾ ഈ ഒരു പോസ്റ്റ് കണ്ടോ? ഈ അഖിലിന് ആദരാഞ്ജലികൾ പോസ്റ്റ് അടിച്ചിറക്കിയ ഒരു പോസ്റ്റാണ് ഈ കാണുന്നത്. ഇതിലേക്കൊക്കെ ഞാൻ വരാം. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് വെച്ച് ചെയ്ത് കൊടുക്കുക. ഈ അഖിലിൻ്റെ വിഷയം കാണാൻ താല്പര്യമുള്ളവർ മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ, പ്രമുഖ ഇൻഫ്ലുവൻസറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നടന്നൊരു പ്രശ്നം. ഈ പ്രശ്നത്തിനെ ഒത്തിരി ആളുകൾ കണ്ടൻ്റാക്കി ചിത്രീകരിച്ചു. ഞാനും അതിനകത്തൊരു കണ്ടൻറ് ചെയ്തിട്ടുണ്ട്. ഈ കണ്ടൻറ് ചെയ്തത് 2 തരത്തിലാണ് ആളുകൾ കണ്ടൻറ് ചെയ്തത്. ഒന്നാമത്തെ തരത്തിലെ ആളുകൾ യവൻ്റെ ഭാര്യ പൊളിച്ചോടി, യവൻ്റെ ഭാര്യ യവൻ്റെ കൂടെ പോയി, യവൻ്റെ ഭാര്യ യവൻ്റെ കൂടെ പോയി, ഇങ്ങനൊരു തരത്തിലുള്ള ആളുകൾ. രണ്ടാമത്തെ തരത്തിലുള്ള ആളുകൾ യവൻ്റെ ഭാര്യ യവൻ്റെ കൂടെ പോയാൽ നിനക്കെന്താ, നീ എന്തിനാണ് സംസാരിക്കുന്നത്, അവൻ്റെ ഭാര്യ അവൻ്റെ കൂടെ ഇവൻ്റെ കൂടെ പോട്ടെ, അത് സംസാരിക്കാൻ നീ ആരാ എന്ന് പറയുന്ന രണ്ടാമത്തെ തരത്തിലുള്ള ആളുകൾ. ഈ 2 ആളുകളും പറഞ്ഞത് ഇന്ന ആളെക്കുറിച്ചിട്ട് മാത്രമാണ്. ആ ആളെ ഫോക്കസ് ചെയ്ത് പറഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ ആ സാധനത്തിന് റീച്ചുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ പല ആളുകൾക്കും കണ്ടൻറ് ഇല്ലാതെ റീച്ച് ഇല്ലാതെ നിന്നപ്പോൾ വീണ് കിട്ടിയൊരു പിടിവള്ളിയാണ് ഈ ഒരു കണ്ടൻറ്. സകലമാന മനുഷ്യനും ആ കണ്ടൻറ്റിൽ കയറി പിടിച്ചു. ആ കണ്ടൻറ് കുറേ ആൾക്കാർ ഇത് കുറ്റമായിട്ട് പറഞ്ഞ് ചെയ്തു, കുറേ ആൾക്കാർ ഈ കുറ്റം പറഞ്ഞവന്മാരെ കുറ്റമായിട്ട് പറഞ്ഞ് ചെയ്തു. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ ഹെയ്റ്റ് ചെയ്തൊരു സാധനം നിരന്തരമായിട്ട് തുരാന്ന് ഈ ഒരു വിഷയത്തിൽ കണ്ടന്റ് അടിച്ചു വരികയാണ്. ആദ്യം ഞാൻ ഇത് ഒരു വാർത്താ ചാനലിൽ വന്നൊരു വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കാം. എവിടെ വാർത്തയായിട്ട് വന്നൊരു സാമാനം കണ്ടോ? സോഷ്യൽ മീഡിയ താരങ്ങളുടെ വിവാഹവും വിവാഹമോചന വാർത്തകളെല്ലാം വലിയ തരത്തിൽ ചർച്ചയാകുന്നത് പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വ്യത്യസ്തമായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് അഖിൽ NRDയുടെ സ്വകാര്യ ജീവിതത്തിൽ. ബാക്കി ഞാൻ പോകുന്നില്ല. കേരളത്തിൽ വന്നൊരു വാർത്തയാണിത്, നോട്ട് ദിസ് പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് ക്രിട്ടിക് സോനു പല വിഷയങ്ങളെയും കീറി മുറിച്ച് സംസാരിക്കുന്ന ക്രിട്ടിക് സോനു പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. ഒളിച്ചോടി പോകുന്നു, അതിനെ തുടർന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം അതിൻ്റെ വാർത്ത നിറയുന്നു. സ്വാഭാവികം, അത് നമ്മളെല്ലാവരും അറിയുന്നു. ഈ അറിഞ്ഞു കഴിഞ്ഞിട്ട് ചില യൂട്യൂബർമാർ അതിനെക്കുറിച്ച് 1ാമത്തെ വീഡിയോ, 2ാമത്തെ വീഡിയോ, 3ാമത്തെ വീഡിയോ, 4ാമത്തെ വീഡിയോ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തിനെക്കുറിച്ച് കണ്ടിന്യൂസ് ചർച്ചയാണ്. ഒരാളുടെ ഭാര്യ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോയതിന് എന്താണ് ചർച്ച ചെയ്യാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ഒരാൾക്ക് ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള ആസ്പെക്റ്റ്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ യവൻ്റെ ഭാര്യ കൺഫേം ആയിട്ട് അവൻ്റെ കൂടെ പോയി, ഈ ഒരു സാധനമൊന്നും ഞാൻ അടിച്ചിട്ടില്ല. ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കാം. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന സാധനം ഇന്നത്തെ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇത് സത്യമാണെങ്കിൽ, ഇത് സത്യമാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ സാധനം തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ആൾക്കാർക്ക് കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്താണ് ഈ ഒരു കണ്ടന്റ് വന്ന് കയറിയത്. ഈ സാധനം പുള്ളിക്കാരൻ്റെ പേരും പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഈ സാധനത്തിന് മുടിഞ്ഞ റീച്ചാണ്, അന്യ റീച്ചാണ്. ഇതറിയാത്തൊരു പൊട്ടനൊന്നും അല്ല ഞാൻ. തുരാന്ന് ഈ ഒരു വിഷയത്തിൽ കണ്ടന്റ് അടിക്കാൻ അറിയാവുന്നവനാണ് ഞാൻ. നിങ്ങൾ പലരും കണ്ടിട്ടുള്ളത് ഒരു വിഷയത്തിൽ അറഞ്ച കണ്ടന്റ് അടിച്ചിട്ടാണ് നിങ്ങൾ പലരും കണ്ടിട്ടുള്ളത്. സോ അങ്ങനെ കണ്ടന്റ് അടിക്കാൻ പൂർണ്ണ ബോധ്യമുള്ള ഒരുത്തനാണ്, അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ള ഒരാളാണ് ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ ഒരൊറ്റ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ഇന്ന് മറ്റവർ ചെയ്ത് കണ്ട പല സാധനങ്ങളും ഞാൻ ചെയ്തിട്ടുമില്ല. സോ എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നു. മറ്റേ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ ഭയങ്കര രസമല്ലേ, നിനക്കൊക്കെ ഇതിലും നല്ലത് അങ്ങനെ ചെയ്തുകൂടാടാ, ഇങ്ങനെ ചെയ്തുകൂടാടാ. എനിക്കത് കണ്ടന്റ് അടിക്കാമെങ്കിൽ എനിക്കൊക്കെ സുന്ദരമായിട്ട് ആ പരിപാടി ചെയ്യായിരുന്നു. നീയൊക്കെ അങ്ങനെ കണ്ടന്റ് അടിച്ചവന്മാരെയും ഇവരെ വ്യക്തിപരമായി അപമാനിച്ചവരെയും യവനെ മനഃപൂർവ്വമായിട്ട് പരിഹസിച്ചവന്മാരെയും വേണം പോയി പറയാൻ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പിന്നിൽ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഈ സാധനം ഒരുപാട് പേരെന്നോട് ചെയ്യാവോ എന്ന് ചോദിച്ചു. ആ ഒരു കാരണത്താൽ ഞാൻ ചെയ്തു, അതല്ല പ്രധാന കാരണം. രണ്ടാമത്തെ കാരണം, ഈ ഒരു വിഷയത്തിൽ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. കാരണം എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളിൽ കൂടുതൽ ആളുകൾക്കറിയാം, കുൽസിതത്തിനെതിരെ സംസാരിക്കുന്ന വീഡിയോകളാണ് എൻ്റെത് കാണാൻ ആളുകൾക്ക് ഇഷ്ടം. ആയതിനാൽ ഈ ഒരു സാധനം കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഈ സാധനം ഞാൻ രാവിലെ 7 മണിക്ക് കണ്ടു, പല ആൾക്കാരും വീഡിയോ ഇട്ടു,
പല ആൾക്കാരും വീഡിയോ ഇട്ടതിന് ശേഷം, ആദ്യം ഞാനല്ല ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നത്, പല ആളുകളും വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു. കാരണം ഇടയ്ക്ക് കുറച്ച് നാൾ കലിപ്പൻ്റെ കാന്താരി എന്ന് പറയുന്നൊരു ട്രെൻഡ് ഇവിടെ ഭയങ്കര സംഭവമായിട്ട് നിൽക്കുമായിരുന്നു. അതേപോലെ ഈ കല്യാണം കഴിഞ്ഞിട്ട് അഭിഹിതം ഉണ്ടാക്കുക, ഈ സാധനം നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ കാലാകാലങ്ങളായിട്ട് സംസാരിക്കുന്ന ഒരുത്തനാണ് ഞാൻ. അപ്പോൾ ഈ വിഷയം അങ്ങനെ വന്ന് ആ ഒരു സെയിം കാറ്റഗറി വിഷയമാണിതെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ഓക്കെ, നമുക്ക് ബാക്കി ക്രിട്ടിക്സ് കൊണ്ട് കേട്ടിട്ട് ഞാൻ അടുത്ത കുറേ പോയിന്റുകൾ പറയാം. ഇപ്പോൾ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അവരുടെ ഇഷ്ടമാണ്. ഈ ഒളിച്ചോടിപ്പോയ വ്യക്തിയുടെ ഭർത്താവ് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പ്രതികരണമോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. കാരണം നടക്കാനുള്ളത് നടന്നു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇതേ ഒരു കാര്യം തന്നെ എനിക്ക് കുറേ പേര് അയച്ചു തരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് മിണ്ടണ്ടെന്ന് വിചാരിച്ചാണ്. ഞാൻ ഒന്നും മിണ്ടിയില്ല. കാരണം ഈ ഒരു സംഭവം ഇന്നലെ മൊത്തം ട്രെൻഡിങ് ആയിരുന്നു. ഈ സംഭവം ഒന്നുമേ മിണ്ടാൻ പോയില്ല. കാരണം ഇതിനകത്ത് ഒന്നും തന്നെ പറയാനില്ല. അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ മിണ്ടിയില്ല. പക്ഷേ ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഇതെനിക്ക് അയച്ചു തരികയാണ്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ചോദിക്കുകയാണ്. എന്തോ ഇതിൻ്റെ സത്യാവസ്ഥ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇതൊക്കെ എന്ത് പറയാനാണ്? ഇതിലും വലിയ ഓക്കെ, ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓഡിയൻസിന് കാണാൻ ഇഷ്ടം അതാണ്. ആ ഒരു വിഷയം കാണാൻ ഒരു വലിയ റേഞ്ച് ഓഫ് ഓഡിയൻസ് ഉണ്ട്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കണ്ടൻറ്റുകൾ നിങ്ങൾ നോക്കിയാൽ മതി. അതിനകത്ത് മെജോറിറ്റി ആൾക്കാർക്കും ഭയങ്കര വ്യൂസാണ്. എല്ലാവർക്കും, എനിക്കും ഉണ്ടായിരുന്നു ഈ സാധനത്തിനകത്ത് നല്ല വ്യൂസ്. എല്ലാവർക്കും ഈ സാധനത്തിനകത്ത് നല്ല വ്യൂസ് ഉണ്ട്. ഈ പറയുന്ന പുള്ളിക്കാരനെ അടുത്തറിയാവുന്നവർ പോലും കണ്ടന്റ് ഉണ്ടാക്കി. ഒന്നെങ്കിൽ അവനെതിരെ കണ്ടന്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ അവനെതിരെ സംസാരിക്കുന്നവർക്ക് കണ്ടന്റ് ഉണ്ടാക്കി. ഇനി ഒരു ടോപ്പിക്ക് തൊട്ട് കഴിഞ്ഞാൽ റീച്ചാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം മാത്രമേ നിങ്ങൾക്ക് മുമ്പിൽ കാണാൻ പറ്റത്തുള്ളൂ. അതാണ് അൽഗോരിതം. ആ അൽഗോരിതം അങ്ങനെ വർക്ക് ചെയ്യാനുള്ള കാരണം, എടോ നീ കണ്ടന്റ് ഉണ്ടാക്കിയില്ലടാ എന്ന് ചോദിക്കുമ്പോൾ ആ കണ്ടന്റ് നിങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകൾ കാണാൻ താല്പര്യപ്പെടുന്നതുകൊണ്ടാണ് അത് കണ്ടത്. കാണാൻ താല്പര്യപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് നിനക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ നാണോ ഇല്ലടാ എന്ന് ചോദിക്കുന്നവരെയാണ്. ഒരു ഓഡിയൻസ് എന്ത് കണ്ടന്റ് കാണണം, എന്ത് വിഷയം ഉണ്ടെന്നുള്ളത് അവൻ്റെ കാര്യമാണ്. അത് ഒരു ക്രിയേറ്റർ ഒരു സാധനം പറിച്ചു വിടുന്നു, അത് കാണാൻ ആളില്ലെന്നുണ്ടെങ്കിൽ ആ വീഡിയോ അവിടെ തീർന്നു. ആ വീഡിയോ കാണാൻ ആളുള്ളതുകൊണ്ടാണ് വീണ്ടും തുടരെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ആർക്കും മറ്റൊരുത്തിനോട് ദയയോ സിമ്പതിയോ അയ്യോ പാവം അവന് വിഷമാവും എന്നൊന്നും ഒരു പട്ടിയും ചിന്തിക്കൂല. ആ സാധനം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വ്യൂ പോവുമോ, എനിക്ക് കുറേ ഡോളർ കിട്ടുമോ, ഇത് മാത്രമേ എല്ലാവരും ചിന്തിക്കത്തുള്ളൂ. സകലമാന ആൾക്കാരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും ചിന്ത അതാണ്. ഡോളർ കിട്ടാനായിട്ടാണ് എല്ലാ എണ്ണവും വീഡിയോ ഇടുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് മോണിറ്റൈസേഷൻ ഓഫാക്കി ഇട്ടിട്ടാൽ പോരെ. ഡോളറാണ് ലക്ഷ്യം. സോ ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാലും സപ്പോർട്ട് ചെയ്യുന്നവരെ ഒപ്പോസ് ചെയ്ത് സംസാരിച്ച് ഡോളർ തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇൻസ്റ്റാഗ്രാമിൽ റീലിടുന്നവർക്കും പ്രൊമോഷനാണ് ലക്ഷ്യം. അവരുടെ റീച്ചാണ് അവരുടെ ലക്ഷ്യം. റീച്ച് പോകാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് പബ്ലിക്കായിട്ട് ഇടുന്നത്. കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇവിടുത്തെ നിയമവ്യവസ്ഥയെ പോലും ചോദ്യം ചെയ്യേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൊച്ചു കേരളത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പല തെമ്മാടിത്തരവും കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അല്ലേ ബോധരാവേണ്ടത്. ഒരാളുടെ ഭാര്യ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് 4, 5, 6 വീഡിയോ ഒക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? പിന്നെ വീഡിയോ ഇടുന്നവരെ ഞാൻ കുറ്റം പറയത്തില്ല. കാരണം നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടന്റുകൾ കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ആ വീഡിയോ ഇടുന്നത്. ആ വീഡിയോ ഒക്കെ നല്ല റീച്ച് കൊണ്ട് അവർക്ക് പൈസയും കിട്ടുന്നുണ്ട്. അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് അതുപോലത്തെ കണ്ടന്റുകളാണ് ഇഷ്ടം. അതുകൊണ്ടാണ് അതാണ് പോയിന്റ്. ആ സാധനം കാണാനാണ് ഓഡിയൻസ് ഉള്ളത്. ഈ ഒരു വിഷയം നിങ്ങൾ ആരെ എടുത്ത് നോക്കിയാലും അതിന് റീച്ചുണ്ട്. റീച്ചുള്ളപ്പോൾ എല്ലാ ആൾക്കാരും അയ്യോ പാവം ഉപദ്രവിക്കില്ലേ എന്നൊന്നും ചിന്തിക്കില്ല. എനിക്ക് കുറച്ച് ഡോളർ കൂടുതൽ കിട്ടുമോ എന്ന് മാത്രമേ ഇവർ ചിന്തിക്കത്തുള്ളൂ. ഇനി ഞാൻ എന്ന് പറയുന്ന വ്യക്തി, എന്നെ നിങ്ങൾ ഈ വിഷയത്തിൽ തുരുതുര കണ്ടന്റ് അടിച്ചവനായിട്ട് എന്നെ കൂട്ടരുത്. ഞാനത് ചെയ്തിട്ടില്ല. ഒരൊറ്റ വീഡിയോ, മര്യാദയ്ക്കുള്ള വീഡിയോ, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അവൻ്റെ കൂടെ ഒളിച്ചോടുന്നു ഈ വഴിക്കൂടെ പോയപ്പോൾ ആ വഴി നിന്ന് അവിടെ പിടിച്ചു, ഈ സാധനമൊന്നും ഞാൻ നിരന്തരം അടിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവൻ അങ്ങനെ വീഡിയോ ഉണ്ട്, ഇവൻ അങ്ങനെ വീഡിയോ ഉണ്ട്, ഇതൊക്കെ നമുക്ക് കാണാം പലരും ചെയ്തേക്കുന്നത്. ഇതെടുത്തിട്ട് കണ്ടന്റ് ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ആ വിഷയത്തിനെ ഊറ്റിപ്പിഴിഞ്ഞ് ചാറെടുത്തിട്ടുള്ളൊരുത്തം തന്നെയാണ് ഞാൻ. അപ്പോൾ എന്നെ ആ ഗണത്തിൽപ്പെടുത്തണ്ട. ഇനി ഈ ഒരു വിഷയം സംഭവിച്ച സമയത്ത് ഞാനിട്ട ഒരു റീഷെയർ ചെയ്ത സ്റ്റോറീസാണ് ഇൻസ്റ്റാഗ്രാമിൽ. ഒന്ന് ഇതാണ്, ഡിയർ റിയാക്ഷൻ യൂട്യൂബേഴ്സ്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. Everyone has different problems in life. Just because someone is in social media influencer, don't try to crucify the poor guy like this. His life and mental
state are shattered. Please try to understand that. Please at least don't carry their names എന്നും പറഞ്ഞിട്ട് നമ്മുടെ അഖിൽ ഇട്ട പോസ്റ്റാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 22 മണിക്കൂർ, അതായത് ഈ സാധനം സംഭവിച്ച് ഞാൻ എൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. മറ്റൊരു സാധനവും ഇതേപോലെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എ കോൾ ഫോർ എത്തിക്സ് ഇൻ റിയാക്ഷൻ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി അത് എൻ്റെ കാര്യം. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ചാനലുകൾ ഉൾപ്പെടെ ഈ സാധനം എടുത്തിട്ട് വാർത്തയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് ആയിട്ട് വന്നൊരു വാർത്തയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാവർക്കും കണ്ടൻ്റാണ്, ഇത് ട്രെൻഡിങ് സാധനമാണ്, ഇത് റീച്ചുള്ള സാധനമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതെടുത്ത് തുടരെ അടിക്കും. ഓക്കെ, ഇനി മറ്റൊരു പോസ്റ്റ് കൂടെ കാണിക്കാം. പണ്ട് അയൽക്കൂട്ടത്തിൽ അക്കമാർ ഓരോ പരദൂഷണം പറയുന്നു, ഇന്ന് ഓൺലൈൻ വഴി നടക്കുന്നു, എന്നിട്ട് റിയാക്ഷൻ വീഡിയോ എന്ന ഓമനപ്പേർ വിളിക്കുന്നു. ഓക്കെ, മോഡേൺ അക്കന്മാരുടെ ഓൺലൈൻ അയൽക്കൂട്ടം എന്നല്ലേ ഇതിന് പറയേണ്ടത്? ഈ അയൽക്കൂട്ടം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് മറ്റൊരാളെ കുറ്റം പറയുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ്റെ തലച്ചോറ് വെച്ച് ചിന്തിക്കുമ്പോൾ. ഇതിനകത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരല്ലേ കുറ്റം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ടു ദ ഫാമിലി ഓഫ് ദി റിയാക്ഷൻ വീഡിയോ അക്കന്മാർ. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ മറ്റൊരു പോസ്റ്റ് കാണിക്കാമേ. ഒന്ന്, ഈ അഖിലിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റ്. ഇതേപോലത്തുള്ള സാധനങ്ങൾക്കെതിരെ നിങ്ങൾ സംസാരിക്കണം. ഇല്ലാത്ത സാധനം അടിച്ചിറക്കുന്ന, അവരെ അവഹേളിക്കുന്ന ആളുകൾക്കെതിരെ. അല്ലാതെ എനിക്കെതിരെ എന്ന് പറഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഞാനത് മൈൻഡ് ചെയ്യാൻ പോലും പോകുന്നില്ല. എനിക്കെതിരെ ഈ സാധനം പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തൊരു സാധനം, മറ്റൊരു പോസ്റ്റ് വന്നതാണേ. ഇയാളുടെ ഭാര്യ എല്ലാം മറന്ന് തിരികെ വന്നാൽ കേരളത്തിലെ ജനങ്ങൾ പഴയതുപോലെ അവരെ സ്വീകരിക്കുമോ? ഓക്കെ, പബ്ലിക് ഒപ്പീനിയൻ, നിങ്ങളുടെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം പറ. സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്, കാലം തെളിയിക്കും, അവരെ ആവശ്യമില്ല. എടാ, ഈ പോസ്റ്റൊക്കെയാണ് നീയൊക്കെ പറഞ്ഞ് കണ്ടന്റിന് വേണ്ടി പടച്ചുവിടുന്ന സാധനങ്ങൾ. ഇതൊക്കെയാണ് കണ്ടന്റിന് വേണ്ടി പടച്ചുവിടുന്ന സാധനങ്ങൾ. ഇങ്ങനെ വരുമ്പോഴത്തേന് ഇതിൻ്റെ താഴെ കമൻറ്റുകൾ വരും, ഈ പോസ്റ്റ് റീച്ച് ആവും. ഇതാണ് കണ്ടന്റിന് വേണ്ടി അടിക്കുന്ന സാധനങ്ങൾ. അല്ലാതെ ഒരുത്തൻ ഒരു വിഷയത്തിൽ അഭിപ്രായം, ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഒരുത്തൻ്റെ ഭാര്യയോട് ഒളിച്ചോടിപ്പോയി, നിനക്കൊക്കെ എന്തിനാണ് പ്രശ്നം? പ്രശ്നമുണ്ട്, ഈ ഒരു വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നമാണ്. നാളെ ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി, ഈ സാധനം ആര് പറഞ്ഞില്ല, യാതൊരു നാണക്കേടും ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, ഒളിച്ചോട്ടം അല്ലെന്ന് ചിന്തിക്കും. നാളെ ഒരു സമയത്ത് ഒരു കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ ഭാര്യ ഒളിച്ചോടിക്കഴിഞ്ഞാൽ അത് ഇത്ര വലിയ പ്രശ്നമാവും, നാണക്കേടാവും എന്ന് ചിന്തിക്കണം. അപ്പോൾ അവന് ആ പയ്യനെ വിട്ടു പോകണമെങ്കിൽ അവൻ ലീഗലി അല്ലെങ്കിൽ അവൾ ലീഗലി പോയിട്ട് ഡിവോഴ്സ് മേടിച്ചിട്ട് പോകണം. അല്ലാതെ ഒളിച്ചോടുന്നത് നാണക്കേട് ഉണ്ടാക്കുമെന്നൊരു സാധനത്തിലേക്ക് പോയത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇനി ഒരു കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ ഭാര്യയോ ഭർത്താവോ വിഹിത പരിപാടിക്ക് പോകും? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇതേപോലെ ട്രെൻഡിങ് ആവും. എല്ലാ സാധനവും നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടും. ഇത് ഒരു സാധാരണക്കാരൻ്റെ ഭാര്യ ഒളിച്ചോടി കഴിഞ്ഞാൽ ഇതൊരു വാർത്തയല്ല, പക്ഷെ അതൊരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് നമ്മുടെയൊക്കെ ചുണ്ടത്ത് ഒരു നേരം ചിരി തന്നിട്ടുള്ളൊരു ക്രിയേറ്ററാണ് ഈ അഖിലുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ. അഖിലൊരു 2000 ഫോളോവേഴ്സൊക്കെ നിന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പേ 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിനകത്ത് ഒരു കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി, കാരണം ഇത് കറക്റ്റല്ലെന്ന് തോന്നി. ഒന്നാമത്തെ കാര്യം, ഈ അഖിലിനെ ഞാൻ പേഴ്സണലായിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. ഫോൺ ത്രൂ അല്ല, മെസ്സേജസ് ത്രൂ. അന്ന് ഇദ്ദേഹം വലിയ റീച്ചൊന്നും ആയിട്ടില്ല, 2000 ഫോളോവേഴ്സ് സംതിങ് ഉള്ളായിരുന്നു. ആ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പുള്ളി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട് തിരിച്ചിങ്ങോട്ട്. അപ്പോൾ അങ്ങനെ ഒരാളുടെ അയാളെ തേച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേനും എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി, ഞാൻ സംസാരിച്ചു. ഓക്കെ, ഇനി കാർത്തിക് ശങ്കർ, നമ്മളെല്ലാം ചിരിപ്പിച്ച മറ്റൊരു കഥാപാത്രമായിട്ടുള്ള കാർത്തിക് ശങ്കർ ഈ വിഷയത്തിൽ കുറച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ആ അഭിപ്രായങ്ങൾ കേട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. ചോട്ടം അതാണ് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നാഷണൽ ഇഷ്യൂ ലെവലിലേക്ക് അത് ഉയരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊന്നും പ്രതികരിക്കാനോ ഞാൻ ഇന്നവരെ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നുമില്ല, ഞാൻ ഈ സൈസ് എടുക്കുന്നതല്ല. എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ മാത്രം കാർത്തിക് ശങ്കറിനെ പോലെയുള്ള നിരവധി ആളുകൾ പ്രതികരിച്ചു? ഈ ഒരു വിഷയത്തിൽ നീ അത് ചെയ്യരുതെന്ന് പറയുമ്പോഴും ആ ഒരു വ്യക്തിയുടെ പ്രശ്നം തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ആയതിനാൽ ആ വിഷയം കൂടുതൽ ഓഡിയൻസ് അറ്റൻഷൻ കിട്ടും അതിനകത്ത്. ഇപ്പോൾ കാർത്തിക് ശങ്കർ ആ ഉദ്ദേശത്തിലിട്ടെന്ന് ഞാൻ പറയുന്നില്ല. പല ആൾക്കാരും നിങ്ങൾ എന്തിനാണ് പാവം കണ്ടന്റ് ക്രിയേറ്ററിനെ ഉപദ്രവിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് റീച്ചിലേക്ക് പോകുന്നൊരു പോസ്റ്റാണ്. അത് ബേസിക്കായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്ന എല്ലാവരും അറിയാം. അത് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ വീഡിയോ റീച്ച് പോകും, ഈ വീഡിയോ റീച്ചിലേക്ക് കയറും. ഇതെനിക്ക് അറിയാവുന്ന കേസാണ്. അതുപോലെയാണ് എല്ലാ ക്രിയേറ്റർമാർക്കും. ഒപ്പോസ് ചെയ്ത് സംസാരിച്ചാൽ സപ്പോർട്ട് ചെയ്ത്, അത്രയും ഭദ്രത ഉള്ളവനാണ് ഒപ്പോസ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഈ വിഷയത്തിൽ സംസാരിക്കാൻ നിൽക്കില്ലേ. നമ്മൾ ഒപ്പോസ് ചെയ്തല്ലേ സംസാരിച്ചേ, അത് കുഴപ്പമില്ല, ഒപ്പോസ് ചെയ്ത് സംസാരിക്കാം. അപ്പോൾ
അപ്പോൾ ഈ പറയുന്ന ആൾക്കാരെല്ലാം ആ പെൺകുട്ടി ചെയ്ത തെറ്റിനെയല്ലേ ചൂണ്ടിക്കാണിക്കുന്നേ. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചിലരെങ്കിലും ഈ തുരുതുര ഈ വിഷയത്തിൽ കണ്ടടിക്കുന്നതോട് ഞാനും യോജിക്കുന്നില്ല കേട്ടോ. എനിക്ക് ഈ വിഷയത്തിനോട് താല്പര്യമില്ല. കാരണം മറ്റൊരു കാരണമല്ല, കാരണം അഖിലോ ആ പെൺകുട്ടിയോ അവരുടെ പ്രതികരണമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. ഇപ്പം നമ്മൾ ഇവരൊക്കെ പറഞ്ഞ് കുറേ ഊഹാപോഹങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു സാധനം പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് താല്പര്യമില്ലാത്തത്. അഖിലോ ആ പെൺകുട്ടിയോ പ്രതികരണമായിട്ട് വന്നാൽ ഉറപ്പായിട്ട് ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്തിരിക്കും, കൺഫേം ആയിട്ട് ഞാൻ ചെയ്തിരിക്കും. പക്ഷേ ഇത് ആരോ ഇവർ ഒളിച്ചോടി എന്ന് പറഞ്ഞുള്ള പോസ്റ്റുകൾ, ഇത് ആര് സോഷ്യൽ മീഡിയ കൊണ്ടുവന്നത്? അവനെയാണ് പറയേണ്ടത്. അവനല്ലേ ഇത് റീച്ചിന് വേണ്ടി ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു പോസ്റ്റ് വന്നാൽ അയാളൊരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററാണ്, ഫേമസ് ആയിട്ടൊരു ആളാണ്, ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആ സാധനം ചർച്ച ആകും. ചർച്ച ആയില്ലെങ്കിലും ഉള്ള സാധനം. ഓക്കെ, ബാക്കിയേക്കാം. അയാളുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ അയാളുടെ ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടുക അല്ലെങ്കിൽ പുറത്ത് ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്ന പോലൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് വേറെ ഒന്നും തോന്നുന്നില്ല. ഒരു കാമുകനും കാമുകിക്കും ഇടയിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ചീറ്റിങ് നടന്നു, അപ്പോൾ വേണമെങ്കിൽ അവനെ അത് അറിഞ്ഞു വിഷമിച്ചു, അത് ബ്രേക്കപ്പ് പറയാം, അവന് മാറി ഇരുന്ന് എത്ര ദിവസം വേണമെങ്കിലും കരയാം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇത്. പക്ഷേ ഒരു ഫാമിലി ലൈഫിൽ നിങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം. കാരണം ഒരുപക്ഷെ അവിടെ ഒരാൾ മാത്രമല്ല ബാധിക്കുന്നത്, അവരുടെ ഫാമിലി ഉണ്ട്, ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ ബാധിക്കുന്നു. ചിലപ്പോൾ അവനൊന്ന് ഒറ്റയ്ക്കിരുന്നൊന്ന് വിഷമിക്കാൻ പോലുള്ള ഒരു ഫ്രീഡം ചിലപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഈ കാർത്തിക് ശങ്കറിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഇത് നമ്മളെപ്പോലുള്ള ആളുകൾ അതിനെതിരെ സംസാരിച്ചതാണ്. ആ പെൺകുട്ടി ചെയ്ത തെറ്റ് പറഞ്ഞതാണ് പ്രശ്നം. ആ പെൺകുട്ടി ചെയ്തത് കുഴപ്പമില്ല, അതവർ കുടുംബത്തിൽ അത് ചെയ്താലും ജനങ്ങൾ ചർച്ച ചെയ്താലും ആ പയ്യന് വന്ന നഷ്ടം തന്നെയാണ്. അഖിലിൻ്റെ നഷ്ടം തന്നെ അല്ല ഇരിക്കുന്നില്ലല്ലോ അപ്പോൾ ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടെ ആഘാതം കൂടും. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ആഘാതം കൂടും, തീർച്ചയായിട്ടും കൂടും. പക്ഷേ അതെങ്ങനെ ഈ പറയുന്ന അഖില് പല വിഷയങ്ങളെയും ട്രോളിട്ടില്ലേ? പല വിഷയങ്ങൾക്കെതിരെയും ഇതേ സർക്കാസത്തിലൂടെ ട്രോൾ അയാൾ ചെയ്തിട്ടില്ലേ? ഇല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരാൾ ചെയ്തൊരു ഒരു തെറ്റിന് അയാളുടെ ഇത് കാണിക്കുന്നു, CCTV വിഷ്വൽസ് കാണിക്കുന്നു, അതിനെ നിങ്ങളെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന തന്നെ മാക്സിമം സ്പ്രെഡ് ചെയ്യുന്നു. അയാൾക്ക് ചിലപ്പോൾ ഒരു ഫാമിലി, ഒരാൾ ചെയ്ത് തെറ്റാണെന്നല്ലോ അല്ലേക്കണം, അയാൾക്കൊരു ഫാമിലി ഉണ്ടാവും, അയാൾക്ക് ചിലപ്പോൾ കസിൻസോ അല്ലെങ്കിൽ സിസ്റ്റർ ബ്രദർ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇവർക്കെല്ലാമാണ് നിങ്ങൾ വളരെ മോശമായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കി വെക്കുന്നത്. വളരെ മോശമായിട്ടുള്ള ഇമ്പാക്റ്റ്. എൻ്റെ ഒരു ഒപ്പീനിയനകത്ത് ഈ സാധനം പുറത്തറിഞ്ഞത് നന്നായി എന്നേ പറയത്തുള്ളൂ. കാരണം അഖിലിനെ പരിഹസിക്കുന്ന കുറേ പേരുണ്ട്, ആ പൊട്ടന്മാരെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു തെറ്റ് പുറത്തറിയുമ്പോൾ അഖിലിൻ്റെ ഭാഗത്തുള്ള ന്യായമാണ് ജനങ്ങൾ അറിയുന്നത്. അവൻ ആ പെൺകൊച്ചിനെ കൈവെള്ളയെ കൊണ്ട് നടന്നിട്ട് ആ പെൺകൊച്ചി ഇമാതിരി പരിപാടി കാണിച്ചു എന്നുള്ള സാധനമാണ് പുറത്തറിയുന്നത്. അതിന് ആ പെൺകൊച്ചിന് അതിൻ്റേതായ ന്യായീകരണങ്ങളും ഉണ്ടാവും. നാളെ ഒരു സമയത്ത് ചിലപ്പോൾ അതും പുറത്തു വരുമായിരിക്കും. പക്ഷേ ഇതുപോലൊരു തെറ്റ് ഇനി ഇവിടെ ആവർത്തിക്കപ്പെടരുത്. നിങ്ങളൊരു കൊലപാതകം ചെയ്തു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വിശ്വാസത്തോടെ കൂടെ നിന്നിട്ട് അവനെ ഇട്ടിട്ട് അടുത്തൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. ഈ പറയുന്ന കൊലപാതകത്തിന് തുല്യം തന്നെയാണ്. ഈ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അവൾ മറ്റൊരുത്തൻ്റെ കൂടെ പോയി. ഇവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇവൻ ലിറ്ററലി തകർന്നു പോകും. ഇവൻ്റെ മൈൻഡ് ചത്ത് ആ ഒരു സെറ്റപ്പിലാണ് പോകുന്നത്. ഇതിനെതിരെ ഇത് ഇത്രയും ചർച്ചാ വിഷയമായതുകൊണ്ട് ഇനി ഒരു സമയത്ത്, പക്ഷേ ഞാൻ സിമ്പിളായിട്ട് പറയട്ടെ, ഗ്രീഷ്മ ലവന് കഷായം കൊടുത്തു കൊന്ന് ആ കേസ്. ഇനി ഒരാൾ കഷായത്തിൽ വിഷം കലർത്തി കൊടുക്കില്ല. കാരണം അത് ഇത്രയും സെൻസേഷനായി ഇവിടെ. അത് ലീഗലി തെറ്റാണ്, ഈ ഇല്ലീഗൽ ഒരു ആളുടെ വധമാണ്. അതും ഇതും കൂടെ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. അതുപോലെ ഒരു വിഷയം സംഭവിക്കുമ്പോൾ ആ വിഷയത്തിനകത്ത് ഒരാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റുകളെ ഇവിടെ വലിയൊരു ചർച്ചയായി മാറുമ്പോൾ എല്ലാ സാധനങ്ങളും മറ്റൊരാൾക്ക് പഠിക്കാനുള്ള സാധനങ്ങളാണ്. നാളെ ഒരു സമയത്ത് മറ്റൊരാളത് ചെയ്യില്ല എന്നും പറഞ്ഞു ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം ഇഷ്ടപ്പെടുന്നില്ല, സഹിച്ച് ക്ഷമിച്ച് പ്യൂമുഖബോധിൽക്ക് പൂമ്പാറ്റയാകുന്നു ഭാര്യ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പറ്റത്തില്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്യണം. വളരെ നിയമപരമായി ലീഗലി നിങ്ങൾ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ ലീഗലി ഡിവോഴ്സ് ചെയ്യണം. ലിവിങ് ടുഗദർ ആണെങ്കിൽ പറ്റത്തില്ല, ഹല്ലി വല്ലി ബൈ പോകണം. പിരിയാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അങ്ങനെ പിരിയുക. ഒളിച്ചോടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിങ്ങനെ പലതരത്തിലുള്ള ചർച്ചകളായും പരിഹാസ കഥാപാത്രങ്ങളാവും ഒക്കെ സംഭവിക്കും. അതിനെക്കുറിച്ചൊക്കെ ഉള്ള ബോധം അവർക്കൂടെ വേണമായിരുന്നു, ആ പെണ്ണിനൂടെ വേണമായിരുന്നു ഇറങ്ങിപ്പോകുന്നതിന് മുമ്പേ. മുമ്പിൽ ഒരാൾ ചെയ്തൊരു കാര്യത്തിന് അപ്പോൾ ഇത് സമൂഹത്തിന് ദോഷമുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണെങ്കിലും ഓക്കെ, ഇത് ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം. ഇത് എന്തിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഈ ഡിസ്കസ് ചെയ്യുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു 100% അല്ലെങ്കിൽ പോട്ടെ ഒരു 90% കാര്യങ്ങൾ അറിയാമോ? ആർക്കും അറിയത്തില്ല. എനിക്ക് ഇതുകൊണ്ടാണ് ഞാൻ തുരു അതിനകത്ത് ചെയ്യാത്തത്. ഇത് അവരാരും ഇതിനകത്ത് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. നമുക്ക് കിട്ടിയ കുറേ വിവരങ്ങൾ വെച്ചിട്ട്
ഞാൻ അവൾ ഒളിച്ചോടി അങ്ങനെയല്ല. ഞാൻ ആ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ എന്ന അസംഷനോടെയാണ് ഞാൻ ഈ സാധനം പറയുന്നത് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവരുടെ അയൽവക്കക്കാർ പറഞ്ഞു, ഇപ്പുറത്തെ സ്വന്തക്കാർ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ആ സ്റ്റോറി പോയത്. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇവരുടെ വീടിനടുത്തുണ്ട്, ഈ പെണ്ണിൻ്റെ വീടിനടുത്തുണ്ട്. അവരെന്നെ കൺഫേം ചെയ്ത് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇട്ടത്. രാവിലെ 7 മണിക്ക് ഞാൻ ഈ സാധനം അറിഞ്ഞതാണ്. പക്ഷേ എനിക്കൊന്ന് ഉച്ചയ്ക്ക് വൈകിട്ടാകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാനത് കൺഫേം ചെയ്തിട്ട് ചെയ്തതല്ല. ഞാൻ ചുമ്മാ അവിടെ, എനിക്ക് ബാക്കിയുള്ളവരെ എനിക്കറിയത്തില്ല കേട്ടോ, എനിക്ക് എൻ്റെ കാര്യം മാത്രമേ പറയാൻ പറ്റും. ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്ററെയോ അയാളുടെ വൈഫിനെയോ അല്ലെങ്കിൽ ഫാമിലിയോ ഒന്നും എനിക്ക് നേരിട്ട് അറിയില്ല. പേഴ്സണലി ഒരു സൗഹൃദം പോലും ഇല്ല. പണ്ടെപ്പോഴോ അദ്ദേഹം ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മളങ്ങോട്ട് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ഒരു രീതിയിൽ ഒരു പരിചയമില്ല. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ. എനിക്ക് കമൻസിൽ ഒരുപാട് പേര് പറഞ്ഞു എന്നോട് ഇതൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന്, ഇതൊരു വീഡിയോ ചെയ്യണമെന്ന്. ആരാണ് പറയുന്നവനെ വേണം ആദ്യം ഇടിക്കാൻ. കാരണം വേറൊരുത്തൻ്റെ ഫാമിലിയിൽ നടക്കുന്ന വിവരങ്ങൾ ഒരാൾ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യണമെന്ന് പറയണമെന്ന്. ഇത് ആർക്കാണ് ഇത് അറിയാൻ ഇത്ര താല്പര്യം? ആർക്കാണ് അറിയാൻ താല്പര്യമില്ലാത്തത്? മറ്റൊരാളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയരുതെന്നും എല്ലാ ആൾക്കാർക്കും താല്പര്യമുണ്ട്. അന്യൻ്റെ പാത്രത്തിലേക്ക് എത്തി നോക്കുക എന്നുള്ളത് നമ്മുടെ ബേസിക് സ്വഭാവമാണ് മനുഷ്യന്മാരുടെ. അത് ആർക്കാണ് താല്പര്യമില്ലാത്ത? ആർക്കാണ്? പ്രത്യേകിച്ച് ഇങ്ങനൊരു വിഷയം, ഒരു പെണ്ണ് ഒളിച്ചോടിപ്പോയി എന്ന് പറയുന്ന വിഷയങ്ങളെ, അതൊരു ഹോട്ട് ടോപ്പിക്കാണ്, സ്പൈസി സാധനമാണ്. ആ സാധനം കേൾക്കാൻ പലർക്കും താല്പര്യമുണ്ട്. ആ പെണ്ണും ആ ചെറുക്കനും ഫേസസ് ആയതുകൊണ്ട്, സെലിബ്രിറ്റീസ് ആയതുകൊണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ട് അതിന് ആഘാതം കൂടും. അത്രേ ഉള്ളൂ സംഭവം. ഈ കാർത്തിക് ശങ്കർ ചില സിനിമകളിൽ അല്ലെ ചില ഷോർട്ട് ഫിലിമുകളിൽ ഡബിൾ മീനിങ് സാധനം അടിച്ചിട്ടില്ലേ? ഇതിന് അത്ര വൃത്തിയിട്ട സാധനം അടിച്ചത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഹാസ്യം കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് പറയും. ആൾക്കാർക്ക് കാണാൻ ഇത് ഇഷ്ടമാണെന്ന് പറയും. അതേപോലെ തന്നെ ആൾക്കാർക്ക് കാണാൻ ഇതും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ആ സാധനം വന്നത്. ഫാമിലി ലൈഫിൽ നടക്കുന്ന കാര്യം അറിയാൻ ഇത്ര താല്പര്യം എന്താണ്? ഓക്കെ, ഒരു സെലിബ്രിറ്റിയുടെ അല്ലെങ്കിൽ ആ രീതിയിൽ ഫെയിമായിട്ട് നിൽക്കുന്ന ഒരാളെ പറ്റിയിട്ട് നമുക്കറിയാനും അല്ലെങ്കിൽ അയാളുടെ വ്യക്തി ജീവിതത്തെ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അറിയാൻ നമുക്ക് താല്പര്യം തോന്നാം. ഇത് അയാൾക്കും വിഷമം, പറയുന്ന ആളുകൾക്കും വിഷമം, കേൾക്കുന്നവർക്കും വിഷമമുള്ളൊരു കാര്യം നിങ്ങൾ എന്തിനാണ് ഇത്ര ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്? ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറയാം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഉത്തരം കിട്ടാനും ഒക്കെ വേണ്ടി നമുക്ക് ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ആ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെച്യൂരിറ്റി വരുന്നത് എവിടെ സൈലൻ്റ് ആവണം എന്ന് തിരിച്ചറിയുന്നിടത്താണ്. അത് ഒരു വലിയ പാഠമൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് കാർത്തിക് ശങ്കർ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിഷയം വന്നു, അതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് സംസാരിച്ചു. നമ്മൾ പരിപാടി നിർത്തി വീട്ടിൽ പോകുക എന്നുള്ളതാണ് എൻ്റെ സംഭവം. അതിന് പകരം ഞാൻ ചില വീഡിയോസൊക്കെ കണ്ട് ഈ ഒളിച്ചോടം ചില ആൾക്കാർ റീക്രിയേറ്റ് ചെയ്യുന്നു. ആ പരിപാടിയൊക്കെ ഭയങ്കര മോശമാണെന്ന് തന്നെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ അവൻ്റെ സിറ്റുവേഷനെ ട്രോളുകയാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഈ പറഞ്ഞ പല വലിയ ആൾക്കാരെയും ഇതേപോലെ അവർ ചെയ്ത സാധനങ്ങളെ ട്രോളിയിട്ടുണ്ട്. മല്ലൂർ റാപ്പറോ അവന്മാർ ആരെയൊക്കെ പിടിച്ച് ട്രോളി വിടുന്നു. ഇതൊക്കെ ഇവിടെ സംഭവിക്കും. ഇതൊന്നും സംഭവിച്ചുകൂടാന്നില്ല. നാളെ ഒരു സമയത്ത് മറ്റൊരാളുടെ ലൈഫിലോ ഇത് നമ്മുടെ ലൈഫിലൊരു പ്രശ്നം വന്നാലും അത് ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെടും. 4 പേര് അറിയുന്നവരാണെങ്കിൽ ഇത് കൂടുതൽ ചർച്ചപ്പെടും. നിങ്ങളൊരു ക്ലാസ് റൂമിലിരിക്കുക, ആ ക്ലാസ് റൂമിൽ ഒരു പെണ്ണും ചെറുക്കും തമ്മിൽ ലൈനാ, അങ്ങോട്ട് പറയത്തില്ലേ അവർ സെറ്റപ്പ്, അവർ ലൈന അവർ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അത് അത്രേ ഉള്ളൂ സംഭവം. മനുഷ്യനൊരു സമൂഹമാണ്, അവിടെ ചർച്ച ചെയ്യപ്പെടും. എന്ന് പറഞ്ഞ് ഈ അഖിലിൻ്റെ വിഷയം എല്ലാണ്ണും എടുത്ത് മാലപ്പടക്കത്തിന് തിരി കൊളുത്തി ഇപ്പോൾ പടക്കം പൊട്ടുന്ന പോലെ പടപെട്ടാന്ന് വീഡിയോ ചെയ്തത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിലും ഞാൻ കണ്ടു, യൂട്യൂബിലും ഞാൻ കണ്ടു, നിരവധി വീഡിയോ പടപെട്ടാന്ന് വരുന്നുണ്ട്. ചില ആൾക്കാർ യവനാണ് ഒളിച്ചോടിയവൻ, യവൻ ബസ് ഓടിക്കുന്ന സ്റ്റൈൽ ഇതാണ്, അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, റിലവൻ്റ് ആയിട്ട് സാധനം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ പറയാതിരിക്കാം. അപ്പോൾ നമുക്ക് ഈ റിയാക്ഷൻസ് ഒന്നും നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഒത്തിരി ആളുകൾക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോട് അതികഠിനമായ ദേഷ്യം ഉണ്ടായിരുന്നു. പക പോക്കുകയാണല്ലേ സജി. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോട് എന്താ ദേഷ്യം? എല്ലാവരും ഇല്ല കേട്ടോ, ചില ആൾക്കാരെ മാത്രമേ പറയുന്നുള്ളൂ. സൊസൈറ്റിയിൽ നടക്കുന്ന ചില തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ. അവന്മാരെ ഒതുക്കി കഴിഞ്ഞ് നമ്മളെ പിന്നെ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. അതിൽ കൊള്ളാം. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളെ രേഖപ്പെടുത്തു. ഞാൻ ഇതിനെ തുരുതുര മലപ്പടക്കം പോലെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് മറ്റ് കണ്ടന്റുകളിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും. മറ്റൊരു ഇട്ടാൻ വരെ.